2010 സ്റ്റാർ സിംഗർ വിജയായ ഗായിക കൽപ്പന ഈ അടുത്തിടെ അമിതമായി ഉറക്കഗുളിക കഴിക്കുകയും അതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പല മാധ്യമങ്ങളും താരം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തുവിട്ടത്. പ്രത്യേകിച്ചും തമിഴ് തെലുങ്ക് മാധ്യമങ്ങളാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടത്. പിന്നീടത് മലയാളത്തിലും സംഭവിച്ചു. എന്നാൽ ഇപ്പോഴിതാ ശക്തമായി ഇതിനെതിരെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഗായിക കൽപ്പന തന്നെ. ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴോ ഉറങ്ങിക്കഴിഞ്ഞാലോ ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഉറക്കം നഷ്ടപ്പെടുന്ന ഇൻസോംനിയ എന്നൊരു രോഗമാണ് തനിക്ക്. താൻ ആ ആരോഗ്യത്തിന്റെ പ്രശ്നം കാരണം കുറച്ചധികം ഉറക്കഗുളി അന്ന് കഴിച്ചുപോയി. മാർച്ച് 4 തനിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു. യാത്രയും ജോലിയും പഠനവും ഒക്കെയായി മാനസിക സമ്മർദ്ദം ഏറെ ഉണ്ടായപ്പോഴാണ് നിരവധി ഉറക്കഗുളികൾ എടുക്കേണ്ട അവസ്ഥ വന്നത്. എന്നാൽ അത് തന്റെ ശരീരത്തിന് താങ്ങാനായില്ല. ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ ബോധം മറയുകയും ഉറക്കത്തിലേക്ക് പോവുകയും ചെയ്തത്. അങ്ങനെയാണ് തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. എന്നാൽ താൻ ആശുപത്രിയിലായപ്പോഴാണ് താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന തരത്തിൽ പലരും വാർത്തകൾ കൊടുത്തത്. ഒരാൾ പോലും തന്റെ ഈ ഫോണിലേക്ക് വിളിക്കുകയോ കുടുംബവുമായി ബന്ധപ്പെടുകയോ ഒന്നും ചെയ്യാതെയാണ് തന്നെ ആശുപത്രിയിലേക്ക് സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്ന വീഡിയോ സഹിതം പുറത്തുവിട്ട് ഇങ്ങനത്തെ വാർത്തകൾ നൽകിയത്. നാളെ നിങ്ങൾക്കും ഈ അവസ്ഥയും ഈ രോഗവും ഒക്കെ വന്നേക്കാം. തമിഴ്നാട്ടിൽ താരം നടത്തിയ പ്രസ് മീറ്റിൽ വളരെയധികം രൂക്ഷമായ ഭാഷയിലാണ് നടി പ്രതികരിച്ചത്. തുടർന്ന് എറണാകുളത്തെത്തിയ കൽപ്പന തനിക്ക് സംഭവിച്ചത് എന്താണെന്നും തന്റെ അസുഖം എന്താണെന്നും മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കൽപ്പന ആശുപത്രിയിലായിരുന്നപ്പോൾ തന്നെ കൽപ്പനയുടെ മകൾ ഈ കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതിനിടെ തന്നെ മാധ്യമങ്ങൾ പല വാർത്തകളുമാണ് നൽകിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കൽപ്പന രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്.